ഹലോ. അപ്പം ഇന്ന് ഞാൻ പറയുന്ന ഈ ഒരു വീഡിയോ ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും തന്നെയല്ല. എൻ്റെ ഉള്ളിൽ കുറേ വിഷമങ്ങളുണ്ട്. നിങ്ങളോട് ഞാൻ എങ്ങനെ അവതരിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കാനും ചാൻസ് ഇല്ല. കാരണം ഒരാൾക്ക് അനുഭവം വരുമ്പോഴേ, ഞാനിപ്പോൾ ഈ പറഞ്ഞ കമൻറ്റ് നിങ്ങളുടെ വീട്ടിലുണ്ടാകുമ്പോഴേ നിങ്ങൾക്ക് അതിനെപ്പറ്റി വേദന വരുള്ളൂ. കാരണം നിങ്ങൾക്ക് ആ ഒരു വിഷമം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനത്തെ ഒരു വിഷമം ഉണ്ടാവണോ എങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പരമാവധി ഈ ഒരു വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം എനിക്ക് വരുന്ന കമൻറ്റ് ഗൈസ്, ഞാനൊരു പെൺകുട്ടിയാണ്. ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറഞ്ഞു, ഞാനൊരു പെൺകുട്ടിയാണ്. എനിക്ക് ആകെ 25 വയസ്സായിട്ടുള്ളൂ. ഈ ഒരു പ്രായത്തിനുള്ളിൽ എൻ്റെ അച്ഛനെ, എൻ്റെ അമ്മയെ, എൻ്റെ ചേച്ചിയെ ഹസ്ബൻഡിനെ, ചേച്ചീൻ്റെ വീട്ടിലുള്ളവരെ, എൻ്റെ വീട്ടിലുള്ളവരെ, എൻ്റെ കുടുംബക്കാരെ എല്ലാവരെയും ഭയങ്കര രീതിയിൽ മോശം രീതിയിൽ പറയുന്ന കമൻറ്റ്സ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്ര മോശം രീതിയിലുള്ള കമൻറ്റ്സ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. എന്നോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾ ഞാൻ അതിനെ എങ്ങനെ അനുസരിക്കും. ഇപ്പം ഇന്നലെ ഇട്ടൊരു വീഡിയോ, ഞാനത് എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ഞാൻ ചിന്തിക്കുക. വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ഉള്ളത്തെ വിഷമം ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിന് താഴെയും പറഞ്ഞ് കുറേ പേര് കമൻ്റ് ഇട്ട്, നിൻ്റെ വസ്ത്രധാരണം അങ്ങനെയല്ലേ. ഒരു വസ്ത്രധാരണൻ്റെ മുകളിലാണോ ഒരു പെൺകുട്ടിയെ വിലയിരുത്തുന്നത്? ആണോ? ഇപ്പോൾ ഒരു പെൺകുട്ടി ഇഷ്ടമുള്ള ജീൻസും ബനിയാനൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ അവളപ്പം മോശം പെൺകുട്ടിയാണോ? അല്ലല്ലോ. അപ്പോൾ ഒരു വസ്ത്രധാരണൻ്റെ മുകളിൽ ഒരിക്കലും ഒരാളെ വിലയിരുത്താൻ ശ്രമിക്കരുത്. ഇത് എൻ്റെ അഭ്യർത്ഥനയാണ്. മനസ്സിലായില്ലേ? ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അവരതിനനുസരിച്ച് ജീവിക്കട്ടെ. അപ്പം അതിൻ്റെ പേരിൽ ഒരാൾ നല്ലത്, അവൾ ചീത്തത്, അവൾ കെട്ടത്, മോശം അങ്ങനെയൊന്നും പറയാൻ ആർക്കും ഒരു തരത്തിലും ആർക്കും പറയാൻ പറ്റില്ല. ഓരോരുത്തർക്ക് ഓരോ സ്വാതന്ത്ര്യമുണ്ട്. അപ്പം ഇതിപ്പോൾ അവനവൻ്റെ വീട്ടിൽ വരുമ്പോഴേ ആ വിഷമം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? എന്നോട് പറഞ്ഞ പല ചോദ്യങ്ങൾക്ക് എനിക്ക് തിരിച്ച് മറുപടി തരാൻ അറിയാഞ്ഞിട്ടില്ല. എനിക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കും. ഞാൻ എന്തിനിങ്ങനെ സഹിച്ചു നിൽക്കേണ്ട ആവശ്യം? വരുന്ന ഓരോ കമൻറ്റും നിങ്ങൾ കാണുന്നില്ല.